നാഷണൽ NGO കോൺഫെഡറേഷൻ ആസൂത്രണം ചെയ്ത കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി വനിതകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച വുമൺ ഓൺ വീൽസ് പദ്ധതി പ്രകാരം വനിതകൾക്ക് ഇരുചക്രവാഹനങ്ങൾ വിതരണം ചെയ്തു വരുന്നതിൻ്റെ ഭാഗമായി NGO കോൺഫെഡറേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെയും പറവൂർ ജനസേവാ സമിതി ട്രസ്റ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 2-ന് പറവൂർ കവിത ഇവൻ്റ് ഹബ്ബിൽ നടക്കുന്ന ചടങ്ങിൽ 600ഓളം വനിതകൾക്ക് വാഹനങ്ങൾ വിതരണം ചെയ്യും. ഋഷിരാജ് സിംഗ് IPS ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. നാഷണൽ NGO കോൺഫെഡറേഷൻ ചെയർമാൻ KN ആനന്ദകുമാർ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ നാഷണൽ കോർഡിനേറ്ററും സംസ്ഥാന സെക്രട്ടറിയുമായ അനന്തു കൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തും. NGO കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ബീന സെബാസ്റ്റ്യൻ, ജനസേവാ സമിതി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ N മധു, കവിത ഗ്രൂപ്പ് MD KO വർഗീസ്, ഫാദർ ഡിബിൻ, PP ബാബു തുടങ്ങിയവർ സംസാരിക്കും. പദ്ധതിയെ സംബന്ധിച്ച വിവരങ്ങൾ ജനസേവാ സമിതി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി CG മേരി വിശദീകരിക്കുന്നു. തയ്യൽ ഉപജീവന മാർഗമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ആക്കിയവർക്കുമാണ് ഈ തയ്യൽ മെഷീനുകൾ നൽകുന്നത്. വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് നൽകുന്നത്. ഹയർ സെക്കൻഡറി മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകുന്ന പദ്ധതിയാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് വിദ്യാർത്ഥികളിലെ ആ ഒരു IT സെക്ടറുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിച്ച് ആ ഒരു ഗ്ലോബൽ സെറ്റപ്പിലേക്ക് അവരെത്തിക്കുക. മാത്രമല്ല സ്റ്റാർട്ടപ്പോ മറ്റ് സംവിധാനങ്ങളോ ചെയ്യാൻ ആഗ്രഹമുള്ളവർ അതിനെ സജ്ജരാക്കുക. ഇത്തരം കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് വനിതാ ശാക്തീകരണ പദ്ധതിയായ വിമൻ ഓൺ വീൽസ് എന്നുള്ള പദ്ധതിയാണ്. വിമൻ ഓൺ വീൽസ് വനിതകൾക്ക് വേണ്ടി, അതായത് പ്രത്യേക മാനദണ്ഡം വെച്ചിട്ടാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. സാമ്പത്തികമായി ഇടത്തരമോ പിന്നോക്കമായ വനിതകളെ കണ്ടെത്തി അവരുടെ ജോലിക്ക് സഹായകരമാവുന്ന വിധത്തിൽ ഈ 2 വീലറുകൾ നൽകുക എന്നുള്ളതാണ് അത് ലക്ഷ്യമാക്കുന്നത്. ഇതിൽ തയ്യൽ മെഷീനുകൾ ഇതുവരെ 20,000 എണ്ണം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് 6 ഘട്ടം പൂർത്തീകരിച്ചു. ഇപ്പോൾ 7ാം ഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ലാപ്ടോപ്പുകൾ 5 ഘട്ടം പൂർത്തീകരിച്ചപ്പോൾ 10,000 ലാപ്ടോപ്പുകളാണ് കേരളത്തിൽ ഇതുവരെ വിതരണം ചെയ്ത് പൂർത്തീകരിച്ചത്. 2 വീലറുകൾ ഏകദേശം 10,000 എണ്ണമാണ് ആദ്യഘട്ടത്തിൽ വന്നിരിക്കുന്നത്. അടുത്ത ഘട്ടം, അതായത് ഏപ്രിൽ 1 മുതലുള്ള അടുത്ത ഘട്ടം ഇപ്പോൾ ബുക്കിംഗ് ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ വിവിധ സംഘടനകൾ വഴി നടപ്പിലാക്കാന്ന് പറഞ്ഞാൽ കൂടുതൽ ജനങ്ങളിലേക്ക് അവരുടെ ശരിയായ അവസ്ഥ മനസ്സിലാക്കി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വിവിധ സംഘടനകൾ വഴി ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായി പറവൂർ ആസ്ഥാനമാക്കി ജനസേവാ സമിതി ട്രസ്റ്റും നല്ല രീതിയിൽ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഇപ്പോൾ നാളെ, അതായത് 2/4/2024 ഏപ്രിൽ 2-ാം തീയതി നടക്കുന്നത് 600 വനിതകൾക്കുള്ള 2 വീലർ വിതരണമാണ്. മൊത്തം 10,000-ൽ എറണാകുളം ജില്ലയിൽ 3 പരിപാടികളായിട്ടാണ് നടപ്പിലാക്കിയത്. ഈ 3 പരിപാടികൾ ഓർഗനൈസ് ചെയ്തത് നാഷണൽ NGO കോൺഫെഡറേഷന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ്. അപ്പം പറവൂർ സോൺ എന്ന് പറയുന്നത് നോർത്ത് സോണാണ്. പിന്നെ ഒരു സെൻട്രൽ സോൺ ഉണ്ടായിരുന്നു ടൗൺ ഹാളിൽ വെച്ച്, ഒരു സൗത്ത് സോൺ ഉണ്ടായിരുന്നു കോതമംഗലത്ത് വെച്ച്. അപ്പൊ ഇത് ഒരു നോർത്ത് സോൺ. അപ്പൊ ഇവിടെ 4 ഏജൻസികളാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിലൊരു പ്രമുഖ ഏജൻസിയാണ് ജനസേവാ സമിതി ട്രസ്റ്റ്. ഇപ്പൊ മൊത്തം 600 പേരിൽ 545 വണ്ടികൾ ജനസേവാ സമിതി ട്രസ്റ്റ് വഴിയാണ്, പറവൂരാണ് അതിന്റെ ആസ്ഥാനം. പറവൂരും സമീപ പ്രദേശങ്ങളിലുമുള്ള വനിതകളാണ് അതിന്റെ ഭാഗമായിട്ട് വന്നത്. എങ്കിലും അങ്ങനെ കൃത്യമായിട്ടൊരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. 9 ജില്ലകളിലെ വനിതകള് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ജനസേവാ സമിതി ട്രസ്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്കാണ്, അതായത് കഴിഞ്ഞ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് കോൺട്രിബ്യൂഷൻ അടച്ചവർക്കാണ് ഈ നാളെ 600 2 വീലറുകൾ കൊടുക്കുന്നത്. അതിൽ 600 2 വീലർ ഒരു സ്ഥലത്ത് ഇറക്കാനുള്ള ഒരു സാങ്കേതിക തടസ്സം പരിഗണിച്ച് 300 എണ്ണം ഇറക്കുകയും ബാക്കി 300 എണ്ണം ടോക്കൺ നൽകി അടുത്ത ദിവസങ്ങളിൽ നൽകുക എന്നുള്ളതാണ്. 2ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് സാമ്പത്തികമായി അധികം ഉയർച്ചയിലല്ലാത്ത വനിതകളെ അവരുടെ ഉപജീവനത്തിന് സഹായിക്കുക, അതോടൊപ്പം തന്നെ അവരുടെ സമയം, അവർക്ക് സേവ് ചെയ്ത് കിട്ടുന്ന സമയത്തെ മറ്റ് അവരുടെ തന്നെ ശാക്തീകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഉപയോഗിക്കുക, മറ്റുള്ള വനിതകളുടെ ഒരു കൂട്ടായ്മ, എല്ലാവരും കൂടെ ചേർന്ന് ഒരു കൂട്ടായ്മ രൂപീകരിക്കുക. അങ്ങനെ ഒരു നെറ്റ്വർക്ക് മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ വികസനത്തിന് വേണ്ടി ഉപയുക്തമാക്കുക. ഇത് പല കാറ്റഗറിയാണ്, മനസ്സിലാവും. ഒരു 2 വീലർ നൽകുന്നത്, ഇരുചക്രവാഹനം നൽകുന്നത്
പദ്ധതിയുടെ പേര് വിമൻ ഓൺ വീൽസ് എന്നാണ്. ഇരുചക്രവാഹനം നൽകുന്നത് വനിതകൾക്കാണ്. അപ്പൊ വനിതാ ശാക്തീകരണ പ്രോജക്റ്റ് എന്നുള്ള രീതിയിലാണ് വിമൻ ഓൺ വീൽസ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഗോശ്രീ ന്യൂസുകൾ. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ന്യൂസുകൾ എപ്പോഴും യൂട്യൂബിൽ വരുന്നുണ്ട്. പുതിയ പ്രാദേശിക വാർത്തകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഇതിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ പ്രമോട്ട് ചെയ്യുക.